ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തെ പ്രതിരോധിക്കുന്നതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംസ്ഥാന സമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. കേരളം ഇന്നോളം കണ്ട ദളിത് ആദിവാസി വിരുദ്ധ സർക്കാർ പിണറായി വിജയൻ നയിച്ച ഇടതുഭരണമാണെന്ന് പൊതുവികാരമായി മാറിയതിന് നിരവധി കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനം, SC/ST സംവരണ വിരുദ്ധത, ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ നിലനിൽക്കുന്ന ഭരണഘടന അവകാശങ്ങളും ഭൂവകാശങ്ങളും ദുർബലമാക്കുക, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ജനങ്ങളോടുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വബോധം ഇല്ലാതാക്കുക തുടങ്ങിയവയെല്ലാം ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി. പൊതുമുതൽ ഉപയോഗിച്ച് നടത്തിയ PR വർക്കിലൂടെ പൊതുജന വികാരത്തെ തടയാൻ ശ്രമിച്ച ഇടതുഭരണത്തിനേറ്റ തിരിച്ചടി ഏവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ലീഡ് ചെയ്തിരുന്ന അതിന്റെ ഭരണാധികാരിയായിരുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ വാഴ്ചയായിരുന്നു എന്നുള്ളത് പരക്കെ എല്ലാവരും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുൾപ്പെടെ. അതുമാത്രമല്ല, ആദിവാസി ദളിത് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായി അതിനുണ്ടായിരുന്ന നിരവധി അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന EWSന്റെ രൂപത്തിൽ, SCP/TSP ഫണ്ടിന്റെ രൂപത്തിൽ, വിദ്യാഭ്യാസ അവകാശങ്ങളുടെ രൂപത്തിലെല്ലാം തന്നെ അട്ടിമറിക്കുന്ന ഒരു സമീപനം ഉണ്ടായ ഏക ഗവൺമെന്റ് ഇതാണ്. ഞാൻ അന്ന് അടിവരയിട്ട് പറഞ്ഞതാണ്. ഏറ്റവും മോശപ്പെട്ട നിലയിൽ SC/ST അവകാശങ്ങൾ റദ്ദ് ചെയ്ത ഒരു ഭരണമാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. മറ്റൊന്ന് കിഫ്ബി പോലുള്ള വമ്പൻ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തും അതോടൊപ്പം വലിയ വികസനത്തിന്റെ പേരിൽ നടത്തിയിരുന്ന വികസന പദ്ധതികൾ പുത്തൻ മുതലാളി വർഗത്തെ പരിപോഷിപ്പിക്കുകയും, എന്നാൽ മറുഭാഗത്ത് ഏറ്റവും താഴെക്കടയിലുള്ള ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ റദ്ദാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക, അത് മറച്ചുവെക്കാൻ വേണ്ടി അതിദാരിദ്ര്യരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഭരണ കാലഘട്ടത്തിൽ ചെയ്യുന്നത്. പുതിയ സർക്കാർ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. SC/ST വിഭാഗങ്ങൾക്ക് ക്യാബിനറ്റ് പദവിയുള്ള 2 മന്ത്രിമാരുണ്ടാകണമെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പുതിയ സർക്കാരിനോട് ആവശ്യപ്പെടും. വിദ്യാഭ്യാസ ഗ്രാന്റുകൾ കൃത്യമായി ലഭിക്കാൻ SC/ST ഡെവലപ്മെന്റ് ആൻഡ് SC/ST ഡെവലപ്മെന്റ് ഫണ്ട് ആക്ട് നടപ്പാക്കാനും, നിതിൻ രാജിനെ പോലുള്ള വിദ്യാർത്ഥികളോടുള്ള അതിക്രമം ആവർത്തിക്കാതിരിക്കാൻ രോഹിത് ആക്ട് നടപ്പാക്കാനും പ്രഥമ പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെടും. SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേക കോർപ്പറേഷനുകളും പ്രത്യേക കമ്മീഷനും രൂപീകരിക്കാനും SC/ST ഉപദേശക സമിതിയിൽ എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ M. ഗീതാനന്ദൻ, വർക്കിംഗ് ചെയർമാൻ K. അംബുജാക്ഷൻ, ചെയർമാൻ IR സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.